ഹിമാലയത്തെ പറ്റി വളരെയധികം ഭീതി ഉയർത്തുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ ISRO പുറത്തുവിട്ടിരിക്കുകയാണ്. ഹിമാലയൻ മലനിരകളിലെ മഞ്ഞുരുകിന്റെ തീവ്രത കാട്ടുന്ന റിപ്പോർട്ടാണ് ISRO ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹിമാനികൾ ഉരുകി രൂപപ്പെടുന്ന ഹിമ തടാകങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്നതായിട്ടാണ് ISRO പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. അതായത് ISRO ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 1984 മുതൽ ഇത്തരത്തിൽ വലിപ്പം വെച്ച് 676 ഹിമ തടാകങ്ങളിൽ 130 എണ്ണം ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 676 ഹിമ തടാകങ്ങളിൽ 601 എണ്ണം വലിപ്പം ഇരട്ടിയിലധികമായെന്നാണ് 1984 മുതൽ 2023 വരെയുള്ള ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതിൽ 1.5 മുതൽ 2 മടങ്ങ് വരെ വലിപ്പ വ്യത്യാസവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 314 ഹിമ തടാകങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 4000 മുതൽ 5000 മീറ്റർ വരെ ഉയരത്തിലും 296 തടാകങ്ങൾ 5000 മീറ്റർ വരെ ഉയരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 130 ഹിമ തടാകങ്ങളിൽ 65 എണ്ണം ഇന്ത്യയിലും ബാക്കി വരുന്ന 58 എണ്ണം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദീതടങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികളുടെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് ഹിമാനികൾ. പ്രധാന ശുദ്ധജല സ്രോതസ് കൂടിയാണ് എങ്കിലും ഇത്തരം ഹിമ തടാകങ്ങൾ ചിലപ്പോൾ ഭീഷണി വരെ നേരിടുന്നുണ്ട്. അതായത് ഹിമാനികൾ ഉരുകിയെത്തുന്ന ജലം ശേഖരിക്കാവുന്നതിലധികമോ ഭാരക്കൂടുതലോ മൂലം തകരുന്നത് പ്രളയത്തിന് കാരണമാകാറുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് 2023 ഒക്ടോബറിൽ ഹിമ തടാകം തകർന്നുണ്ടായ പ്രളയത്തിൽ സിക്കിമിൽ 40 പേർ കൊല്ലപ്പെടുകയും 76 പേരെ വരെ കാണാതാവുകയും ചെയ്തു. നീണ്ടു നിന്ന മഴയിലാണ് സൗത്ത് ലഹങ്കോ ലേക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹിമ തടാകം തകർന്നത്. ഹിമാചൽ പ്രദേശിലെ 4068 മീറ്റർ ഉയരത്തിലുള്ള ലെപാങ്കാട്ട് ഗ്ലേഷ്യൽ തടാകത്തിൽ ദീർഘകാല മാറ്റങ്ങളാണ് ISRO എടുത്തു കാണിച്ചിരിക്കുന്നത്. ഇത് 36.49 ഹെക്ടറിൽ നിന്ന് 101.30 ഹെക്ടറിലേക്ക് 178% വർധനവാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ഈ ഹിമാനികൾ ഉരുകുന്നത് ഹിമാലയ തടാകങ്ങൾ പൊട്ടിത്തെറിച്ച് ഹിമാലയത്തിൽ വെള്ളപ്പൊക്കത്തിന് വരെ കാരണമാകും. ഇതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് 2013 കേദർനാഥിൽ ഉത്തരാഖണ്ഡ് അനുഭവിച്ച ഏറ്റവും മോശമായ ദുരന്തം. ദേവാലയ നഗരത്തിന് മുന്നിലുള്ള ചേരാബരി തടാകം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഏകദേശം 6000-ലധികം ആളുകളാണ് അന്ന് ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ഈ റിപ്പോർട്ട് അതിനിർണായകമാണ്. പർവ്വത പ്രദേശങ്ങൾ അഭിമുഖീകരിക്കുന്ന വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ ലഘൂകരിക്കുന്നതിന് ആഗോള കാലാവസ്ഥാ നടപടിയുടെ അടിയന്തര ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.